നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽ 1 മൈനസ് കോസ് തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ എന്നാണ്. അപ്പോൾ നമ്മളതിൽ LHS ടൈം എടുക്കുകയാണ്. വി ഹാവ് LHS. എന്താണ് LHS? കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ഹോൾ സ്ക്വയർ. ഇതിൽ കൊസീക് തീറ്റേനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കൊസീക് തീറ്റ ഈക്വൽ 1 ബൈ സൈൻ തീറ്റ എന്ന് എഴുതാം. അതേപോലെ കോട്ട് തീറ്റേനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കൊസീക് തീറ്റയ്ക്കും കോട്ട് തീറ്റയ്ക്കും പകരമുള്ള ടേം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. നിങ്ങളതിൻ്റെ ഡിനോമിനേറ്റർ നോക്കൂ, രണ്ടും സെയിം ആണ് അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ചേർത്ത് എഴുതുമ്പോൾ 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഈ ഹോൾ സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ന്യൂമറേറ്ററിനും ബാധകമാണ്, ഡിനോമിനേറ്ററിനും ബാധകമാണ്. സോ ന്യൂമറേറ്ററിന് കൊടുക്കുമ്പോൾ 1 മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ താഴെ സ്ക്വയർ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ എന്നാവും. ഈ 1 മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എന്നാണ് അല്ലേ? എക്സ് ഇൻറ്റു എക്സ് ആണ് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയറിനെ നമുക്ക് 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് എഴുതാം. അതേപോലെ സൈൻ സ്ക്വയർ തീറ്റേനെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് എങ്ങനെ മാറ്റി എഴുതാം? സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്നാണ്. ദെൻ ന്യൂമറേറ്ററിനെ റിപ്പീറ്റ് ചെയ്ത് എഴുതി 1 മൈനസ് കോസ് തീറ്റ ബൈ 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നോക്കൂ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി ഫോമിലാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ അതുപോലെ എഴുതുമ്പോൾ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്നതിനെ മാറ്റി എഴുതാം. 1 മൈനസ് കോസ് തീറ്റയും 1 മൈനസ് കോസ് തീറ്റയും കട്ടായ RHS ഈക്വലായി.